സുപ്രീം കോടതിയായാലും ഹൈക്കോടതിയായാലും യോഗ്യമായ തീരുമാനമെടുക്കാൻ അവർക്കറിയാം. ശബരിമലയെ സംബന്ധിച്ച്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള അങ്ങനെ ഒരു വിശ്വാസ സമൂഹത്തെയും പുറംകാലിന് അടിച്ചു കളയുന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നമുക്കൊക്കെ വേദനയുണ്ടാകുന്ന ഒരുപാട് നിർണയങ്ങളിൽ ഈ നീതിപീഠങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പ്രത്യാഘാതം എന്തെന്ന് മനസ്സിലാക്കി അതിന് വലിയ വ്യതിചലനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ശബരിമല എത്ര അംഗ കോടതിയിലാണ് എത്തിയിരിക്കുന്നത്? ഇത് ഒരു 7 അംഗ ബെഞ്ചിലേക്ക് വരും. അവിടെ നിന്നൊരു ഓപ്പൺ കോർട്ടിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടാവും. അതിന് വഴിതെളിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് തന്നെയായിരിക്കും. ഇനി കൂട്ടി വായിച്ചാൽ മതി ഇതാരൊക്കെ ഈ വിളംബരം നടത്തും. യൂണിഫോം സിവിൽ കോഡ് വരുന്നതോടുകൂടി എല്ലാ മതങ്ങൾക്കും, എല്ലാ മതത്തിലും ആചാരാനുഷ്ഠാനം മാത്രമല്ല, ആ മതത്തിൽ പിറന്നതിന്റെ പേരിൽ നിയമപരമായ ചില കിരാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന വിവേചന അവസ്ഥകളുണ്ടെങ്കിൽ ആ വിവേചനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു അതിശക്തമായ ഭാരതീയ നിയമമായിരിക്കും ഏകീകൃത സിവിൽ കോഡ്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന കൂടി ഏപ്രിൽ 1-ാം തീയതി ഉണ്ടാകും. അപ്പൊ ഇതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ചെങ്ങന്നൂര് ഇത് ഞാൻ പറഞ്ഞു പോയതിന്റെ പശ്ചാത്തലത്തിൽ വളരെ മ്ലേച്ഛമായ ചിന്താഗതിയുള്ള മതവിശ്വാസമൊന്നുമില്ലാത്തവരായിരിക്കാം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവരായിരിക്കാം. പറഞ്ഞത് കറക്റ്റാണ്. ഏപ്രിൽ 1-ന് തന്നെ നിങ്ങൾ ആ വിളക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞ് ഏപ്രിൽ 1 നമ്മൾ എന്തിനാ ആഘോഷിക്കുന്നത്, അല്ലേ? അപ്പൊ ഞാനിവിടെ വച്ച് അതിനുകൂടി അടിവരയിട്ട് പറയുന്നു, ഈ വർഷം ഏപ്രിൽ 1-ന് വന്ന് ഞങ്ങളുടെ 27 നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഏപ്രിൽ 1-ന് വന്ന് ഉത്രം നക്ഷത്രത്തിൽ ഞങ്ങൾ അയ്യന് വേണ്ടി ആ തിരുനാളം കൊളുത്തും.